ഹായ് ഫ്രണ്ട്സ്, ട്രെൻഡിങ് അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ബൺ മസ്ക അങ്ങനെ നമ്മളും ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അൺസാൾട്ടഡ് ബട്ടറും മിൽക്ക് മെയ്ഡും വാനില എസൻസും ആണ് വേണ്ടത്. ഈ ബൺ മസ്കയുടെ ഫില്ലിങ്ങിനായിട്ട് അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇറാനി ചായ ഉണ്ട്. അത് കുറേ പേരൊക്കെ കുക്കറിലാണ് ചെയ്യണത്. ഞാൻ കുക്കറിലല്ല, നമ്മുടെ സാധാരണ ചായ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് കടുപ്പ് അധികമായിട്ട് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കറുവപ്പട്ടയും ഏലക്കായും കൂടി ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ചിലവർ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട്. ഞാൻ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബണ്ണ് ചൂടാക്കുമ്പോഴാണെന്നുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവുന്നുണ്ട് ബണ്ണ്. അപ്പോൾ നമ്മൾ രണ്ട് പുറവും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഉള്ളിൽ നമ്മുടെ ആ ഫില്ലിങ് ഉണ്ടല്ലോ നന്നായി ഒന്ന് ആ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണായാലും മതി, നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്രീം ബണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ബണ്ണടക്കം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ ക്രീം ബണ്ണിൻ്റെ ഒരു കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ബൺ മസ്കേനെ. ശരിക്കുള്ള ബൺ മസ്കയുടെ ഇൻഗ്രീഡിയൻറ്റ് ഇങ്ങനെയല്ല എന്നാണ് പറയണത്. പിന്നെ കേരളത്തിലേക്ക് ഈ ബൺ മസ്ക എത്തിയപ്പോഴാണ് ഇങ്ങനെ ഫില്ലിംഗ് ഒക്കെ ആയതെന്നാണ് പറയണത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.